നിങ്ങളൊരു വചനമായ പ്രദേശത്ത് നിങ്ങൾ നിന്ന് പെട്ട് ബുദ്ധിമുട്ടിയാൽ നിങ്ങൾ വിളിച്ചു പറയുക, ജനങ്ങളെ എന്നെ സഹായിക്കണേ എന്ന് പറയുക. അപ്പൊ ചിലർക്ക് തോന്നും അതിപ്പോ എവിടെ കുടുങ്ങിയാലും വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും വരൂലേ? വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വരും? അവിടെ തന്നെ പറഞ്ഞില്ലേ, ലൈസ ബിഹാ അനീസുൻ, ഒരാളോടെ ഇല്ല, ഒരു തരത്തിലും ഒരു സഹായം അവന് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ആള് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ആളുണ്ടെങ്കിൽ പിന്നെ വിളിച്ചു പറഞ്ഞാൽ ആള് വരുമെന്ന് ഉറപ്പ്. ഭൗതികമായി നമ്മുടെ ദൃഷ്ടിയിൽ കാണപ്പെടുന്ന ഒരു സഹായം അവിടെ ഇല്ല. ഒരു സഹായം ഇല്ലാത്ത പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നു, യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഈനൂനി. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കാണാത്ത ചില ആളുകൾ നമ്മളെ സഹായിക്കാൻ അവിടെ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ചില സഹായികൾ പടച്ചറബ് വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിൽ പറയുന്നു, ഇന്നലില്ലാഹി മലായികതൻ ഫിൽ അർദി, അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഭൂമുഖത്തുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഈ ഭൂമുഖത്തുണ്ട്. സിവൽ ഹഫദത്തി, ഹഫദത്തിന്റെ മലക്കുകൾ അല്ലാത്ത മലക്കുകൾ തന്നെ നമ്മളെ കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടി പടച്ചറബ് പ്രത്യേകം ഹഫദത്തിന്റെ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾക്ക് പുറമേ തന്നെ സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാവൽ ഭടന്മാരായ മലക്കുകളെ വിന്യസിച്ചിട്ടുണ്ട്. ആ ഭടന്മാരെ പടച്ചറബ് വിന്യസിച്ചിരിക്കുന്നു. എത്രത്തോളം? യക്തുബൂനമായ യസ്കുതു മിൻ വറഖി ശജർ, ഒരു മരത്തിന്റെ ഇല പൊഴിയുന്നത് പോലും രേഖപ്പെടുത്തി വെക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സസൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടവരെ. ഒരു മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലും അവർക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ കോട്ടം വരുന്നത് പോലും അവർ ശ്രദ്ധിക്കും. അത്രയും ശ്രദ്ധാലുക്കളായ മലക്കുകളെ പടച്ചറബ് നിയോഗിച്ചിരിക്കുന്നു. ഫൈദാ അസാബ അഹദുക്കും അർജതൻ, വൈദാ അസാബ അഹദുക്കും അർജതൻ, ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് ഭവിച്ചാൽ, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് ഭവിച്ചാൽ, ബി അർദിൻ ഫലാത്ത്, ഒരു വിജനമായ ഭൂമിയിൽ, ഒരു ശൂന്യമായ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഫൽയുനാദി അഈനൂനി യാ ഇബാദല്ലാഹ്, ഫൽയുനാദി, അവൻ വിളിക്കട്ടെ, യാ ഇബാദി, എന്റെ അള്ളാഹുവിന്റെ അടിമകളെ, അഈനൂനി യാ ഇബാദല്ലാഹ്, അഈനൂനി യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ഈ മാലാകമാരുടെ സഹായം അവന് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ സഹായം ഈ മനുഷ്യന് ലഭ്യമാകുന്നു? അപ്പൊ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത അഭൗതികമായ സഹായം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഭൂമുഖത്ത് പടച്ചറബ് സഹായികളെ നിർത്തിയിട്ടുണ്ടല്ലോ. ഏത് സാധാരണക്കാരനും ഇത് കിട്ടുമെങ്കിൽ മഹത്തുക്കൾ അതിനേക്കാൾ കൂടുതൽ അത് അനുഭവിക്കുന്നവരല്ലേ? അവരുടെ മദത് കൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സഹായം നമുക്ക് ലഭ്യമാവുകയില്ലേ? അതുകൊണ്ടല്ലേ മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന വെള്ളം കിട്ടാത്ത കാലത്ത് പോലും പലപ്പോഴും തവസ്സുലിന്റെ കഥ വന്നത്. വെള്ളം കിട്ടാതിരിക്കുമ്പോൾ സ്വന്തമായി പ്രാർത്ഥിക്കുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? കഴിഞ്ഞ തവണ മഴക്ക് പ്രാർത്ഥിക്കാത്ത ആൾക്കാർ ആരാ ഇവിടെ? ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മരിക്കുകയാണെന്ന് തോന്നത്തക്ക വിധം കാര്യമെത്തിയിട്ടുണ്ട്. എന്നതുപോലെ മഴയില്ലാത്ത കാലത്ത് മദീനത്ത് വരൾച്ച ബാധിച്ചപ്പോൾ പലരും ദ്വാരത്തിലുണ്ടാവുമല്ലോ. എന്തിനധികം വിജിഗീഷുവായ ഭരണാധികാരി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പോലും ഇടതേടിയില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് എന്താ പടച്ചറബിനോട് നേരിട്ട് ചോദിക്കാൻ അറിയില്ലേ? അതേ ഉമർ റളിയല്ലാഹു തആല താരീഖിന്റെ കിതാബിൽ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ, അല്ലാഹുവേ, നബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ നബിത്തങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇടതേടിയിരുന്നു, നീ ഞങ്ങൾക്ക് മഴ തരികയും ചെയ്തിരുന്നു. ഞങ്ങൾ നിന്റെ പ്രവാചകനെ കൊണ്ട് നിന്നിലേക്ക് മഴ ചോദിച്ചിരുന്നു, നീ ഞങ്ങൾക്ക് മഴ തന്നിരുന്നു. വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ അമ്മനെ കൊണ്ട്, പിതൃവിനെ കൊണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ഞങ്ങൾ ഇതാ ഇടതേടുന്നു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ ഞങ്ങൾ ഇതാ ചോദിക്കുന്നു, അള്ളാഹുവേ, ഞങ്ങൾക്ക് നബിയുടെ കാലത്ത് നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തപ്പോൾ നീ മഴ തന്നുവല്ലോ, ഞങ്ങളിതാ അമ്മുൻ നബിയിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു, മഴ തരണേ എന്ന്